നിർണായകമായൊരു സൂചനയാണ്, ഒരു പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ഒരു കോൺഗ്രസ് നേതാവ് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന വാർത്തയാണിത്. ശക്തനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി.ജെ.പി പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടുത്തിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് കോൺഗ്രസിലെ ശക്തനായ ഒരു നേതാവ് ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം.പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് ശക്തമാകുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂർ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട്. തരൂരിന്റെ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ ഡൽഹിയിലെ എം.പിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകളും എത്തിയിരുന്നു. എന്നാൽ യോഗത്തിലെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എം.പി ഓഫീസിന് ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലാകാലങ്ങളായി മോശം അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചന. ഡൽഹിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എംപിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ശ്രദ്ധേയം തന്നെയായിരുന്നു. സംസ്ഥാന നേതൃത്വവുമായും അത്ര നല്ല ബന്ധമൊന്നുമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂരിന് ഉള്ളത്. കെ.പി.സി.സി പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല തരൂരിന്. എന്നാൽ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ശശി തരൂരിന്റെ അവസ്ഥ. ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ളൊരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് നല്ലതല്ല. കേരളത്തിൽ 1.5 വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തരൂരിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. അതേസമയം ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു. ഇതാദ്യമായിട്ടല്ല തരൂരിന്റെ ബി.ജെ.പി പ്രവേശനം ചർച്ചയാകുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. തരൂരുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി പ്രവേശന വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമായല്ല. അന്നൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇതിന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ തങ്ങളുടെ അണികളോട് എന്ത് പറയുമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥയിലാണ് ആർ.എസ്.എസും സി.പി.എമ്മും. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എം.പി സ്ഥാനം രാജിവെച്ച് തരൂർ ബി.ജെ.പിയിൽ ചേരുമെന്ന് പറയുന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശം വ്യക്തമാണ്. ഇത്തരത്തിൽ എന്തോ വരുന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ചില ബി.ജെ.പി അനുഭാവി പേജുകളിൽ തരൂർക്ക് സ്വാഗതം എന്ന പേരിൽ ചില വാർത്തകൾ വരികയും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് സി.പി.എമ്മിന്റെ സൈബർ പോരാളികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു ഡൽഹി പത്രത്തിൽ വന്ന വാർത്ത ഒരുപക്ഷെ ഇവർ പ്ലാൻ ചെയ്തതാകാം എന്നാണ് തരൂരിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പാർട്ടി ഹൈക്കമാൻഡ് അവഗണിക്കുന്നു. ഒരു രണ്ടാം നിര നേതാവിന്റെ പരിഗണന മാത്രമേ കൊടുക്കുന്നുള്ളൂ. രാഹുൽ ഗാന്ധി വളരെ അകൽച്ച കാട്ടുന്നു. ലോക്സഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം തന്നെ അവഗണിച്ച് കെ.സി. വേണുഗോപാലിന് കൊടുത്തു. തന്നെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്.